and welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. It's me Lerin Davis, your physics master teacher. And yes, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ബിഫോർ ദാറ്റ് ലൈക്ക് ചെയ്യാത്തവരെ പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്തേക്കാം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാത്തവരെ പെട്ടെന്നൊന്ന് ഷെയർ ചെയ്തേക്കാം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് യെസ്, അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ അല്ല ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. A student draws an incorrect figure of an electric dipole AB placed in a uniform electric field of intensity E as shown below. So ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ. ഓക്കെ, ആരോ തെറ്റിച്ച് വരച്ചൊരു ഫിഗർ. Correct the mistake in the figure and redraw it. ഓക്കെ, കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പം ഇവിടെ -q ചാർജും ഇവിടെ +q ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്. യെസ്, രണ്ട് ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജസ് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് അകലെ കീപ്പ് ചെയ്തേക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് അല്ലെ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ -q, പക്ഷെ ഫോഴ്സ് ഇട്ടിരിക്കുന്നത് ഇങ്ങോട്ട്, അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെയോ നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ല എന്താ ഇൻകറക്റ്റ് എന്ന്. യെസ്, നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ആരാ പോവാ, പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ അല്ലേ. അപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് വരച്ചു. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ ടോർക്ക് ആക്ടിംഗ് ഓൺ ദിസ് ഡൈപോൾ. അറിയാലോ ടോർക്കിന്റെ ഇക്വേഷൻ എന്താ, P ക്രൂസ് അല്ലെങ്കിൽ PE sin theta. In the next question, two equal charges separated by a distance r in air repel with a force F. At what distance these charges are to be placed in an oil of relative permittivity 5 so that they repel with the same force? ഓക്കെ, ക്വസ്റ്റൻ ഒന്നുകൂടെ വായിക്കാം. രണ്ട് ഈക്വൽ ചാർജസ്. ഓക്കെ, അത് r ഡിസ്റ്റൻസ് അകലെയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് എന്താണ് പറയുന്നത്, r in air റിപ്പൽ വിത്ത് എ ഫോഴ്സ്. ആ രണ്ട് ചാർജസും എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഫോഴ്സ് ആണ് F എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ r ഡിസ്റ്റൻസിന് പകരം എത്ര ഡിസ്റ്റൻസ് ആയാലാണ്, ഓക്കെ, അതിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, മീഡിയം നമ്മൾ എയറിന് പകരം ആരെ വെക്കുന്നുണ്ട്, ഓയിൽ വെക്കുന്നുണ്ട്, അതിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 5 ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഡിസ്റ്റൻസിലായിരിക്കും ഇവരെ എഗെയിൻ എന്താ പറയുക സെയിം ഫോഴ്സിൽ റിപ്പൽ ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എഫ് തന്നെയായിരിക്കും ഏത് ഡിസ്റ്റൻസിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആകെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി മാത്രമാണ് ഇവിടെ മാറുന്നത്. അപ്പൊ നമുക്കറിയാം F is equal to 1/4πε0 Q1 Q2 by r². ഓക്കെ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ അല്ലേ, എന്തായിരുന്നു. യെസ്, F is equal to 1/4πε0 Q1 Q2 divided by r². ഇനി പുതിയ എഫ് ഡാഷ് എന്ന് പറയുന്നത്, ഓക്കെ, എഫ് ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, 1/4πε0 പെർമിറ്റിവിറ്റി കൂടെ ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ അവിടെ ഒരു കെ വാല്യൂ കൂടെ ആഡ് ചെയ്തു. ഓക്കെ, കെ വാല്യൂ കൂടെ ഇട്ടു. ദെൻ Q1/Q2 r നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഈ എഫ് ഡാഷ് ഇട്ട പോലെ തന്നെ നമുക്ക് എന്തിടാം, r ഡാഷ് ഇടാം. ഓക്കെ അല്ലേ. സോ നമുക്ക് കിട്ടി r²² കിട്ടി. അപ്പൊ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്ത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി, F/k into r²/r' which is equal to F/5. ഓക്കെ, ഇൻറ്റു r². ഇവിടെ നമ്മൾ കെക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതാണ് കേട്ടോ എഫ് എന്ന് പറയുന്നത്. r² ഡിവൈഡഡ് ബൈ r' എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി അടുത്തത് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ആണ് അല്ലേ. നമ്മളിത് പറഞ്ഞിട്ടുണ്ട് വിത്ത് സെയിം ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സെയിം ഫോഴ്സ് തന്നെയാണ്. സോ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് വിച്ച് ഇസ് ഈക്വൽ ടു 1/f ഇൻറ്റു r²/r'². സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും r' എന്ന് പറയുന്നത് എന്താണ്, r/√5 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ക്ലിയർ, ഓൾ സെറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. State Gauss's theorem in electrostatics. The figure shows 4 charges spheres and the Gaussian surface S. Okay. Find the net electric flux through the surface given Q1, Q4 is equal to +5 nanocoulomb, Q2, Q3 is equal to -3 nanocoulomb. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഗോസസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ അറിയാലോ. അതായത് നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് ഒരു ക്ലോസ്ഡ് എന്താ പറയുക ഒരു ഗോഷ്യൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അവിടെ Q എന്ന് പറയുന്ന ചാർജ് ആണ് ഉള്ളതെങ്കിൽ എന്തായിരിക്കും, യെസ്, നമ്മുടെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു 1/ε0 ടൈംസ് ചാർജ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം φ is equal to ചാർജ് എൻക്ലോസ് ഡിവൈഡഡ് ബൈ ε0. അടുത്ത ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ, ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. അവിടെ നമുക്ക് 4 ചാർജസ് ഉണ്ട്. അപ്പം നമ്മുടെ ചോദിച്ചിട്ടുള്ളത് and the Gaussian surfaces. Find the net electric flux. അപ്പോൾ നമ്മൾ ഈ Q3 അവിടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ Q3 ഉണ്ട് അല്ലേ. അതായത് നമ്മുടെ ഈ ഗോഷ്യൻ സർഫസ് എസ് ഇവിടെ കിടപ്പുണ്ട്, പുറത്താണ് Q3 കിടക്കുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഈ Q3 നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യേണ്ടതുണ്ടോ, ഇല്ല. ഓക്കെ, നമ്മൾ ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിലുള്ള ചാർജസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും, യെസ്, ഇവിടുത്തെ Q1 ഉണ്ട്, ഇവിടുത്തെ Q2 ഉണ്ട്, Q4 ഉണ്ട്. അപ്പം Q1 +
Q2 plus Q3 ഇതാണ് ചാർജ് എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഓക്കെ, സോ നമുക്ക് കിട്ടി നെറ്റ് ഫ്ലക്സ് കിട്ടി. മനസ്സിലായല്ലോ Q3 എന്തുകൊണ്ട് എടുക്കാഞ്ഞത്? യെസ്, അത് നമ്മുടെ ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിലുള്ളതല്ല, പുറത്തുള്ളതാണ്. ഓക്കെ, യെസ്. Calculate the electrostatic force acting on a proton with it is placed in a uniform electric field 3.2 into 10 to the power 4 Newton per coulomb. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? QE അല്ലേ? QE ആണ് നമുക്കറിയാലോ. Q നമുക്കറിയാം എന്താ? 1.6 into 10 to the power minus 19 ആണ്. ആൻഡ് ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 3.2 into 10 to the power 4. ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാമല്ലോ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. എത്രയായിരുന്നു? 5.12 into 10 to the power minus 16 ന്യൂട്ടൺ എന്ന് കിട്ടി. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഓക്കെ, നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഫോഴ്സ് ആണ്. സോ ഫോഴ്സിന്റെ യൂണിറ്റ് നമ്മൾ എഴുതാൻ മറക്കരുത്, തെറ്റിക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. An electric dipole placed in a uniform electric field experiences a torque. Write an expression for this torque in vector form. ടോർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു അല്ലേ? P cross E ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ വെക്ടർ ഫോം എന്ന് പറയുന്നത്. വെക്ടർ ഫോം അല്ലാതെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? PE sin θ അല്ലേ? നമുക്ക് ഇങ്ങനെയും എഴുതാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ വെക്ടർ ഫോം ചോദിച്ചിട്ടുള്ളത് കൊണ്ട് വെക്ടർ ഫോം മാത്രമേ എഴുതാവുള്ളൂ. In the above equation, okay, ഇതിൽ അഗെയിൻ പറയാനുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വെക്ടർ ഫോം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ടും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കോൺഫിഡൻറ്റ് അല്ലെന്നുള്ളതാണ് കേട്ടോ. അപ്പം വെക്ടർ ഫോം ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെക്ടർ ഫോം മാത്രം എഴുതാൻ ശ്രദ്ധിക്കുക. അഡീഷണൽ ആയിട്ട് ഈ ഒരു സാധനം നിങ്ങൾ എഴുതേ വേണ്ട. ഓക്കെ, in the above equation find out two vectors which are always perpendicular to each other. Okay. In the above equation. Okay, above equation find out two vectors which are always perpendicular. ആരാണ്? Yes, tau is perpendicular to നമ്മുടെ dipole moment. Tau is perpendicular to electric field. Clear അല്ലേ? Yes. Draw the electric field lines and equipotential surface for a single positive point charge. വൃത്തിക്ക് വരയ്ക്കാം. ഇത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇത് യെസ് 2017 അത് മാത്രമല്ല വേറെ ഏതോ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഫിഗർ ഒന്ന് വൃത്തിക്ക് പഠിക്കാം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താ വരാ? യെസ്, നമുക്ക് ഇങ്ങനെ സർക്കിൾസ് ആയിട്ടാണ് വരുന്നത്, ഒരു പോയിന്റ് ചാർജ് ആയതുകൊണ്ട് തന്നെ. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം യെസ് എവേ ഫ്രം ദിസ് ചാർജ് അല്ലേ? ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരുന്നത്. ഇനി നെഗറ്റീവ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം ടുവേർഡ്സ് ദിസ് ചാർജ് ആയിരിക്കും അല്ലേ? ടുവേർഡ്സ് ദിസ് ചാർജ് ആയിരിക്കും. സോ തെറ്റിക്കരുത്, കൃത്യമായിട്ട് വരയ്ക്കണം. തെറ്റിച്ചാൽ മാർക്ക് പോയി. ഓക്കെ, 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. സോ ഇതാണ് നെഗറ്റീവ് ചാർജിന്റെ എന്താ പറയുന്നത് ഫീൽഡ് ലൈൻസ്. അതുപോലെ തന്നെ നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഞാൻ വരച്ച് വൃത്തിയേടാക്കുന്നില്ല. ഓക്കെ, യെസ്, ഇങ്ങനെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് സർക്കിൾ ആയിട്ട് വരും. A charge Q was placed at the center of a cube of side L. What is the electric flux passing through two opposite faces of the cube എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ നമ്മൾ ചെയ്ത ഒരു പ്രോബ്ലം ആണ് അല്ലേ? സോ ഇലക്ട്രിക് ഫ്ലക്സ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് നമ്മളൊരു ക്യൂബ് കൺസിഡർ ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, ക്യൂബ് നമ്മൾ കൺസിഡർ ചെയ്തു. സോ ഈ ക്യൂബിനകത്ത് ടോട്ടൽ ഇവിടെ വന്നിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് എത്ര പറയും? നമ്മൾ Q by epsilon 0 പറയും. അപ്പോൾ നമ്മുടെ ചോദിച്ചിട്ടുള്ളത് 2 ഓപ്പോസിറ്റ് ഫേസസിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു സിംഗിൾ ഫേസ് ആണെങ്കിൽ എത്ര വരിക? Q by 6 epsilon 0. അതെങ്ങനെയാണ് വന്നാൽ കാരണം 6 ഫേസ് ഉള്ളത്. അപ്പം ഒരു സിംഗിൾ ഫേസ് എന്ന് പറയുമ്പം അതിലൂടെ പാസ് ചെയ്യുന്ന എത്രയായിരിക്കും? 1/6 ഓഫ് ടോട്ടലാ അല്ലേ? ഇത് ടോട്ടൽ ഫ്ലക്സ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞത് ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലൺ 0. ഇനി വൺ സൈഡ് എന്ന് പറയുമ്പം ഒരു സൈഡ് ഉള്ളത് എത്രയായിരുന്നു? യെസ്, 6 സൈഡ്സ് ആണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടലിന്റെ 1/6 ആയിരിക്കും. അപ്പൊ 1/6 Q by epsilon 0 അല്ലെ? അപ്പൊ നമുക്ക് പറയാം ഇനി അടുത്തത് എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്? 2 ഫേസസിന്റെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? യെസ്, 2 into Q by 6 epsilon 0 വരും. സോ നമുക്ക് കിട്ടി Q by 3 epsilon 0 നമുക്ക് വാല്യൂ കിട്ടി. ക്ലിയർ? യെസ്. Two charges of magnitude minus 3Q and plus 2Q are located at points A0 and 4A0 respectively. Okay, ഈ ഒരു ചാർജ് ഇരിക്കുന്നത് A0ലും plus 2Q ചാർജ് ഇരിക്കുന്നത് 4A0ലാണ് ഇരിക്കുന്നത്. Find the electric flux due to this charges through sphere of radius വന്നിട്ടുണ്ട് 5A with its center as its origin. അപ്പോൾ നമുക്ക് ഫ്ലക്സിന്റെ ഇക്വേഷൻ അറിയാലോ, ദാറ്റ് ഈസ് Q by epsilon 0. ടോട്ടൽ ചാർജ് ഇവിടെ എത്രയാണ്? പ്ലസ് 3Q plus 2Q ഡിവൈഡഡ് ബൈ epsilon 0 which is equal to minus Q by epsilon 0. So simple. Okay. Yes. അടുത്തത് a point charge plus Q is placed at point O as shown in the figure. Okay, ഇതാ ഇവിടെയാണ് നമ്മുടെ ചാർജ് വെച്ചിട്ടുള്ളത്. Is the potential difference VA
Okay, VA minus VB is positive, negative or 0 എന്നാ ചോദിച്ചിട്ടുള്ളത്. സോ അതിനു മുമ്പ് ഇതുവരെ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയി ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് വായോ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാതിരിക്കുന്നവർ പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ പെട്ടെന്നൊന്ന് ഷെയർ ചെയ്യാൻ, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇവിടെയാണ് നമ്മുടെ O എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ +Q ചാർജ് ഇരിക്കുന്നത്. അപ്പോൾ ആ +Q ചാർജിന്റെ അടുത്തിരിക്കുന്ന ആരാണ്? യെസ്, നമ്മുടെ A ആണ് ഏറ്റവും അടുത്തിരിക്കുന്നത്. സോ A is closer to positive charge than point B. സോ അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് VA മൈനസ് ഇവിടെ ആയിരിക്കും പൊട്ടൻഷ്യൽ കൂടുതൽ വരുന്നത്. സോ യെസ്, അപ്പം പൊട്ടൻഷ്യൽ നമുക്ക് VA ആണ് കൂടുതൽ വരുന്നതെങ്കിൽ എന്തായിരിക്കും? യെസ്, VA മൈനസ് VB എന്ന് പറയുന്നത് വിച്ച് വിൽ ബി എ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. മനസ്സിലായല്ലോ? കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. +Q ചാർജിന്റെ തൊട്ടടുത്തിരിക്കുന്ന ക്ലോസർ ആയിട്ടിരിക്കുന്നത് A ആണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഹയർ പൊട്ടൻഷ്യൽ. സോ അപ്പം നമുക്ക് പറയാം ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. Why do the electric field lines do not form closed loops? Electric field lines നമ്മൾ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്ന കാര്യമാണ് അല്ലെ, ക്ലോസ്ഡ് ലൂപ്സ് ആയിരിക്കില്ല. ഓക്കെ, പകരം നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണെങ്കിലോ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് എന്തായിരിക്കും? ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് ഫോം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, നമ്മൾ ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു എന്താണ്? യെസ്, നമുക്കൊരു മാഗ്നറ്റ് ഉണ്ട് നോർത്ത് സൗത്ത്. സോ ഔട്ട് സൈഡ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും ഇതിങ്ങനെ ട്രാവൽ ചെയ്യുന്നത് അല്ലെ. യെസ്, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് എഗെയിൻ എന്തുണ്ട്? യെസ്, നമ്മുടെ സൗത്ത് ടു നോർത്ത് ആരെ ട്രാവൽ ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അങ്ങനെ ക്ലോസ്ഡ് ലൂപ്സ് ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്സ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ പറയുന്ന പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നതാണ് അവിടെ ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യത്തില്ല. Because the direction of electric field is from positive to negative charge. അല്ലേ, ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്? പോസിറ്റീവ് ചാർജ് ടു നെഗറ്റീവ് ചാർജ്, ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ, ഫീൽഡ് ലൈൻസ് ജോയിൻ പോകുന്നത്. സോ വൺ ക്യാൻ റിഗാർഡ് എ ലൈൻ ഓഫ് ഫോഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം പോസിറ്റീവ് ചാർജ് and ending on a negative charge. This indicates that electric field lines do not form closed loops. Draw a graph showing the variation of charge stored in a capacitor with the potential difference across it. ഓക്കെ, സോ നമുക്കറിയാം ചാർജും പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടെ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒരു ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, സ്ലോപ്പ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ടാൻ തീറ്റ അല്ലെ, ടാൻ തീറ്റ. ടാൻ തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്താ വരുന്നത്? യെസ്, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നതാണ് Q അല്ലെ. സോ Q ഡിവൈഡഡ് ബൈ ദെൻ നമ്മുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നതാണ് V. സോ Q/V ആണ്. Q/V എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സിംപ്ലി നമ്മുടെ കപ്പാസിറ്റൻസി. ഓക്കെ, സോ ഒരു QV നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാർജ് വേഴ്സസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ദാറ്റ് ഈസ് കപ്പാസിറ്റൻസ് ആണ്. 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാം കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഡസ് ദ ഫോളോവിംഗ് ക്വാണ്ടിറ്റീസ് ഓഫ് ദ ഗ്രാഫ് റെപ്രസെന്റ്സ്? സ്ലോപ്പ് ഓഫ് ദി ലൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തായിരുന്നു? കപ്പാസിറ്റൻസ് ആണ്. ഇനി അടുത്തത് ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏരിയ എന്താ തരുന്നത്? ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? എനർജി സ്റ്റോർഡ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഏരിയ അണ്ടർ ദി QV ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? എനർജി സ്റ്റോർഡ് ആണ്. തെറ്റിക്കരുത്. 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇനി അടുത്തത് ഇത് നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാം 2019 ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 ചാർജസ് +28 മൈക്രോകൂളം -14 മൈക്രോകൂളം +12 microcoulomb -26 microcoulomb are placed at the 4 corners of a square. Okay, ഒരു സ്ക്വയർ ആണ്, അതിന്റെ സൈഡ് തന്നിട്ടുണ്ട് എത്രയാണ്? 2 മീറ്റർ ആണ് അല്ലെ. അപ്പം നമുക്കറിയാം എല്ലാ സൈഡും എന്ത് തന്നെയായിരിക്കും? 2 മീറ്റർ തന്നെയായിരിക്കും അല്ലെ. അപ്പം ഈ 2 മീറ്ററിലെ ഓരോ കോർണേഴ്സിലും നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ചാർജസിനെ കൊണ്ട് വെച്ചു. +28 മൈക്രോകൂളം ഉണ്ട്, -14 മൈക്രോകൂളം ഉണ്ട്, +12 മൈക്രോകൂളം ഉണ്ട് ആൻഡ് -26 മൈക്രോകൂളം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ സ്ക്വയറിന്റെ 4 കോർണേഴ്സിലായിട്ട് വെച്ചു. നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താ? കാൽക്കുലേറ്റ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദി സെന്റർ ഓഫ് ദി സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സെന്റർ ഓഫ് ദി സ്ക്വയർ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ? പൊട്ടൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ വരുന്നത്? V is equal to KQ/R ആണ്, അല്ലെങ്കിൽ 1/4πε0 Q/R ആണ് നമ്മുടെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്കറിയാം ഈ സെന്റർ പോയിന്റിലോട്ട് വരുമ്പോഴത്തേനും എത്ര ചാർജസിന്റെ കോൺട്രിബ്യൂഷൻ, എത്ര ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാവും? യെസ്, ഈ 4 ചാർജസും കാരണമുള്ള പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടാവും. സോ നമ്മൾ ഓരോ ഡിസ്റ്റൻസും, അതായത് ഈ ഓരോ സെന്ററിൽ നിന്നും ഈ ഓരോ കോർണറേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുവാണ്. സോ അത് നമ്മൾ R1, R2, R3, R4 എന്ന് നമ്മൾ എടുത്തു. ദെൻ എന്ത് ചെയ്തു? യെസ്, ഇതിന്റെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുവാണ്? സം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടും. അതായത് 1/4πε0 Q1/R1 plus 1/4πε0 Q2/R1 plus 1/4πε0 Q3/R3 അങ്ങനെ പോകും. ഓക്കെ, അങ്ങനെ 4 നമ്മുടെ ഈ കോർണേഴ്സിലുള്ള ചാർജസിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ എഴുതും. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് R1 is equal to R2 is equal to R3 is equal to എന്താണ്? യെസ്, എന്തായിരുന്നു? അവിടെ എഴുതി കാണത്തില്ല അല്ലേ?
R1 is equal to R2 is equal to R3 is equal to R4 which is equal to R. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കോമൺ ആയിട്ടുള്ള ഇതിന്, അതായത് ഈ R എന്ന് പറയുന്ന വാല്യൂവിന് നമുക്ക് പുറത്തേക്ക് എടുത്ത് 1/4πε0 R എന്ന് എഴുതാം. അപ്പോൾ പിന്നെ പുറത്ത് കിടക്കുന്ന ആരൊക്കെയാ? Q1 ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട്, Q4 ഉണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ Q1ന്റെ വാല്യൂ അറിയാം, Q2ന്റെ വാല്യൂ അറിയാം, Q3ന്റെ വാല്യൂ അറിയാം, Q4ന്റെ വാല്യൂ അറിയാം. അത് നേരെ നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ നമുക്ക് ഫൈനൽ ആൻസർ 0 ആയിട്ട് നമുക്ക് കിട്ടുവാണ്. ക്ലിയർ? അടുത്തത്, 2 capacitors C1 and C2 are connected as shown in the figure. ഓക്കെ, നമ്മൾക്ക് ഇങ്ങനെ സീരീസ് കണക്ഷനിൽ 2 കപ്പാസിറ്റേഴ്സിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, 2 കപ്പാസിറ്റേഴ്സിനെ നമുക്ക് തന്നിട്ടുണ്ട്. സീരീസ് കോമ്പിനേഷൻ അല്ലേ? അപ്പോൾ നമ്മുടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കോമ്പിനേഷൻ. എന്താ സീരീസ് കോമ്പിനേഷൻ? കൺഫ്യൂഷൻ ഇല്ല. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താ വരുന്നത്? 1/C ഇക്വാലന്റ് which is equal to 1/C1 plus 1/C2. ഇനി ഇത് കൂടുതലുണ്ടെങ്കിലോ? യെസ്, 1/C3 plus 1/C4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാം. അതായത് നമ്മുടെ ഈ കപ്പാസിറ്റേഴ്സ്, അതായത് നമ്മൾ ഈ പറഞ്ഞ C1 ആയിക്കോട്ടെ, C2 ആയിക്കോട്ടെ, C3 ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാത്തിനും വാല്യൂസ് സെയിം ആണ്. ആ വാല്യൂ ആണ് C എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യാം? 1/C ഇക്വാലന്റ് എന്ന് പറയുന്നത് N/C ആയിട്ട് വരും അല്ലേ? 1/C ഇക്വാലന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് വരും? ഇതാ 1/C plus 1/C plus 1/C. ദാറ്റ് മീൻസ് 3/C. അതായത് ഇവിടെ 3 എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? N ആണ് ഉദ്ദേശിക്കുന്നത്. സോ 1/C ഇക്വാലന്റ് എന്ന് പറയുന്നത് N/C ആയിട്ട് വരും. ഓക്കെ അല്ലേ? യെസ്. അടുത്തത്, കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A and B. ഓക്കെ, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A and B ആണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രം ദി ഗിവൺ ഫിഗർ ബിലോ, C1 is equal to C3. അതായത് C1ഉം C3യും എന്താണ്? 100 മൈക്രോ ഫാരഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ C2ഉം C4ഉം സെയിം ആണ് which is given as 200 മൈക്രോ ഫാരഡ്. ഓക്കെ അല്ലേ? സോ യെസ്, അപ്പം നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? യെസ്, നമുക്കറിയാം C1ഉം C2ഉം എന്താണ്? പാരലൽ കോമ്പിനേഷൻ ആണ്. C3യും C4ഉം എന്താണ്? പാരലൽ കോമ്പിനേഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ പാരലൽ കോമ്പിനേഷനിലെ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C1 plus C2 അല്ലേ? സിംപ്ലി നമുക്ക് അങ്ങനെ ചെയ്യാലോ. സോ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുവാണ്. C1 plus C2 ഇവിടെയും കിട്ടി, അതുപോലെ C3 plus C4 ഇവിടെയും കണ്ടുപിടിച്ചു. ദെൻ ഓൾസോ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മൾ എന്ത് കോമ്പിനേഷനിലാണ് വരിക? സീരീസ് കോമ്പിനേഷനിൽ. അതായത് ഇവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ലെറ്റ്സ് ചെയ്യും, നമുക്ക് പറയും ഇപ്പം എന്താ പറയുക C5. ഓക്കെ, ഇവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C6 എന്ന് കിട്ടി. ഇവർ തമ്മിൽ എന്ത് കണക്ഷനാണ് വരിക? യെസ്, സീരീസ് കണക്ഷനാണ് വരിക. സീരീസ് കണക്ഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഈ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക 1/C ഇക്വാലന്റ് കണ്ടുപിടിക്കണം. 1/C ഇക്വാലന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/C1 plus 1/C2 ആണ്. സോ ഇവിടെ കിട്ടിയ ഫസ്റ്റ് പാരലൽ കോമ്പിനേഷനിൽ നമുക്ക് കിട്ടിയ C ഇക്വാലന്റും അതുപോലെ ഈ ഒരു പാരലൽ കോമ്പിനേഷനിൽ കിട്ടിയ C ഇക്വാലന്റും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക C1 C2ന്റെ സ്ഥാനത്ത്. അപ്പോൾ നമുക്ക് കിട്ടും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം 150 മൈക്രോ ഫാരഡ് എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ. Calculate the electric potential a 0.9 centimeter away from a point charge of 4 into 10 to the power minus 7C. ഓക്കെ, കാൽക്കുലേറ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 9 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഓക്കെ, 9 സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, 9 സെന്റിമീറ്റർ ആണ്. അതുപോലെ ചാർജ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 4 into 10 to the power minus 7 കൂളം എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ? പെട്ടെന്ന് വേഗം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താണ്? യെസ്, 1/4πε0 Q/R. ക്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ മാത്രം നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലേ? 9 into 10 to the power minus 2 മീറ്റർ എന്നാക്കണം. ഓക്കെ, യൂണിറ്റ് കൺവേർഷൻ. ഓക്കെ അല്ലേ? യൂണിറ്റ് കൺവേർഷൻ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുകയല്ല. ക്വസ്റ്റ്യൻ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകും. പക്ഷെ മറന്നു പോവരുത്. യൂണിറ്റ് കൺവേർഷൻ മാൻഡേറ്ററി ആണ്, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. സോ 9 into 10 to the power 9 എന്ന് വരും നമ്മുടെ 1/4πε0ന്റെ വാല്യൂ. ഇത് ബൈ ഹാർട്ട് വേണമെങ്കിൽ പഠിച്ചോളൂ. 1/4πε0 അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കെയിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 into 10 to the power 9 ആണ്. നമ്മൾ ക്ലാസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള, അതുകൊണ്ട് തന്നെ നിങ്ങൾ മറക്കാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അതുപോലെ ക്യൂവിന്റെ വാല്യൂ 4 into 10 to the power minus 7 ക്യൂ കൂളമിലാണ് തന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ മീറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ആ ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തു, നമ്മൾ എഴുതി. സോ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടി 4 into 10 to the power 4 വോൾട്ട് എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ആകെ അറിയേണ്ട എന്താ? ഒന്ന് അതിലെ യൂണിറ്റ് കൺവേർഷൻ. അത് നമുക്ക് അറിയാം, ഓൾറെഡി അറിയാം. അപ്പം തെറ്റിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് സെന്റിമീറ്റർ എന്നൊക്കെ കാണുമ്പോൾ അത് തന്നെ എഴുതാൻ തോന്നും. അത് തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം
വാല്യൂല് വളരെയധികം മാറ്റം വരും അല്ലേ. സോ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ക്യാൻ two equipotential surface intersect each other, give reasons. Equipotential surface എപ്പോഴെങ്കിലും intersect ചെയ്യുമോ? ഓക്കെ, intersect ചെയ്യുമോ? ഒരിക്കലും intersect ചെയ്യത്തില്ല അല്ലേ. യെസ്, ഇഫ് ദേ intersect there will be two different directions of electric field. ഓക്കെ, ഇത് രണ്ടും intersect, equipotential surfaceകൾ തമ്മിൽ intersect ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ വരും, ഒരേ പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ വരും. അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? അല്ല, അത് കറക്റ്റ് അല്ല. സോ ഇഫ് ദേ intersect, then at the same point of intersection there will be two values of potential, and this is not possible, and hence two equipotential surfaces cannot intersect. ഓക്കെ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രത്യേകത എന്താ? യെസ്, അവിടെ നമ്മൾ ഏത് പോയിന്റ് നോക്കിയിട്ടുണ്ടെങ്കിലും പൊട്ടൻഷ്യൽ അവിടെ സെയിം ആണ്. അതുകൊണ്ടാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഇന്റർസെക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ ആൻസർ? ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഓക്കെ അല്ലേ. അതുപോലെ നമുക്കറിയാം ആര് ഇന്റർസെക്ട് ചെയ്യത്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഓക്കെ അല്ലേ, അതും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടി ചോദിച്ചാലൊക്കെ നിങ്ങൾക്ക് ഇത് എഴുതാം. Two charges -q and +q are located at point 0, 0, -a and b 0, 0, +a. അതായത് -q ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ +q ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് ലൊക്കേഷൻ തന്നിട്ടുണ്ട്. How much work is done in moving a test charge from point P700 to -300. Okay, അപ്പോൾ നമുക്കറിയാം both the points P and Q are on the equatorial line of the dipole. Okay, equatorial Pയും Qയും എന്ത് തന്നെയാണ്? Pയും Q എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ലൈനിൽ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, ഇക്വറ്റോറിയൽ ലൈനിൽ തന്നെയാണ് ഈ ഡൈപോൾ. ഡൈപോൾ ആണെന്ന് ഇങ്ങനെ മനസ്സിലായത്, ഈ ചാർജ് -q, ഈ ചാർജ് +q അല്ലെ, രണ്ടും എന്താണ്? യെസ്, രണ്ടും സെയിം ചാർജസ് ആണ്, ഓപ്പോസിറ്റ് ആണ്. ഓക്കെ അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പം സിൻസ് ബോത്ത് ദ പോയിന്റ്സ് P and Q are on the equatorial line of the dipole, and V is equal to 0 at every point on it, work done will be 0. Okay, work done എന്തായിരിക്കും? 0 ആയിരിക്കും. Also the force on any charge is perpendicular to the equatorial line, so work done is equal to 0. അടുത്ത ക്വസ്റ്റ്യനോട് പോകാം. നെറ്റ് കപ്പാസിറ്റൻസ് ഓഫ് 3 ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ്. നെറ്റ് കപ്പാസിറ്റൻസ് ആണ് വേണ്ടത്. ഓക്കെ, നെറ്റ് കപ്പാസിറ്റൻസ് ആണ് അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ കപ്പാസിറ്റൻസിന്റെ എന്താണ്? 3 കപ്പാസിറ്റൻസ് ആണ്. അപ്പം 3 കപ്പാസിറ്റൻസിന് ഒരു പ്രത്യേകത എന്താണ്? എല്ലാത്തിൻ്റെയും കപ്പാസിറ്റൻസ് സെയിം ആണ്, ഐഡന്റിക്കൽ ആണ്. ഓക്കെ, അത് സീരീസിലാണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ അതിന്റെ വാല്യൂ 1 പൈക്കോഫാരഡ് ആണെന്ന് തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദെയർ നെറ്റ് കപ്പാസിറ്റൻസ് ഇഫ് കണക്റ്റഡ് ഇൻ പാരലൽ? ഓക്കെ, സോ ഓക്കെ, ഇത് നമുക്ക് 1 പൈക്കോഫാരഡ് തന്നിട്ടുള്ള നെറ്റ് ആണ് കേട്ടോ, ഒന്നിന്റെ വാല്യൂ അല്ല തന്നിരിക്കുന്നത്. ഓക്കെ, നെറ്റ് കപ്പാസിറ്റൻസ് ഓഫ് 3 ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്നും കൂടെ പറയാം. ഓക്കെ, യെസ്, നെറ്റ് കപ്പാസിറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? യെസ്, 1 പൈക്കോഫാരഡ്. ഓക്കെ, നെറ്റ് കപ്പാസിറ്റൻസ് നമുക്ക് എഴുതാം C effective which is equal to 1 പൈക്കോഫാരഡ്. ക്ലിയർ. അടുത്ത നമ്മൾ തന്നിട്ടുള്ള എന്താണ്? ഇവിടെ 3 കപ്പാസിറ്റൻസ്, അതായത് C effective എന്ന് പറയുന്നതിൽ 3 കപ്പാസിറ്റൻസ് ആണ് ഉള്ളത്. ആ 3 കപ്പാസിറ്റൻസും ഐഡന്റിക്കൽ ആണ്. ആൻഡ് ഓൾസോ തന്നിട്ടുണ്ട് അത് എന്ത് കണക്ഷനിലാണ്? സീരീസ് കണക്ഷനിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സീരീസ് കണക്ഷനിൽ വരുമ്പം CS നടാം. ഓക്കെ, CS നടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു 1/, നേരത്തെ നമ്മൾ പറഞ്ഞ 1/C ഇക്വാലന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരീസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു N/C വരാം അല്ലെ, N/C. അങ്ങനെയാണെങ്കിൽ C ഇക്വാലന്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? Z/N എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര എണ്ണം ഉള്ളത്? 3 എണ്ണം ഉള്ളത്. അപ്പൊ നമുക്ക് എഴുതാം C/3. ക്ലിയർ. സോ നമുക്ക് സീരീസ് കണക്ഷനിലുള്ള കപ്പാസിറ്റൻസ്, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C/3 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ C/3 ആണ് എന്തെന്ന് പറയുന്നത്? നെറ്റ് കപ്പാസിറ്റൻസ് അല്ലെ. സീരീസ് കണക്ഷനിലുള്ള നെറ്റ് കപ്പാസിറ്റൻസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്. അത് എത്ര കിട്ടി നമുക്ക്? 1 മൈക്രോ ആണോ പൈക്കോ ആണോ? ഓക്കെ, ഇവിടെ മൈക്രോ ആണ് ഇട്ടിരിക്കുന്നത്. സോ മേ ബി ക്വസ്റ്റ്യനിലും മൈക്രോ തന്നെയായിരിക്കും. പിന്നെ അല്ലെങ്കിൽ പൈക്കോ ഫാരഡ് ഇട്ട് കഴിഞ്ഞാലും അതിനനുസരിച്ച് പ്രോബ്ലം ചെയ്യാം. സോ 1 മൈക്രോ ഫാരഡ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ C/3 is equal to, okay, C/3 is equal to 1 microfarad. അങ്ങനെയാണെങ്കിൽ C will be equal to 3 microfarad ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ കപ്പാസിറ്റൻസ് നമുക്ക് കിട്ടി 3 microfarad ആണ്. ചോദിച്ചിട്ടുള്ള കപ്പാസിറ്റൻസ്, അതായത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ് അല്ല ചോദിച്ചിട്ടുള്ളത്. ചോദിച്ചത് എന്താണ്? ഇതിനി പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പാരലൽ കണക്ഷനിൽ എങ്ങനെയാ വരാ? C1 + C2 വരാം അല്ലെ. ഒരെണ്ണം കൂടി ഉണ്ട്, അപ്പം C3 അല്ലെ. അപ്പം ഇവിടെ എന്താണ്? 3C എന്ന് വരും. ഇവിടെ 3 × C എത്രയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചു? 3 മൈക്രോഫാരഡ് അല്ലെ. 3 മൈക്രോഫാരഡ്. അപ്പം 9 മൈക്രോഫാരഡ് നമുക്ക് കിട്ടും.
ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെറ്റ് കപ്പാസിറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏത് കോമ്പിനേഷനിലാണ്? സീരീസ് കോമ്പിനേഷനിൽ തന്നിട്ടുണ്ട്. അവിടെ 3 കപ്പാസിറ്റേഴ്സ് ആണുള്ളത്. ആ 3ഉം ഐഡന്റിക്കലാണ്. അതായത് ഇതിന്റെ വാല്യൂ തന്നെയാണ് രണ്ടാമത്തെ വാല്യൂ തന്നെയാണോ മൂന്നാമത്തെ. അതാണ് നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ക്ലൂ. അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരെണ്ണത്തിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. ഒരെണ്ണത്തിന്റെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പാരലലി ഇത് എന്താ പറയുക, അതിന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടോ? ഈസിയാണ്. ഓക്കെ. In which direction protons tend to go in a region of varying potential? In which direction electrons would tend to go? Protons being positively charged particle, so tend to move from higher potential to lower potential. നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഓൾവേസ് എങ്ങനെയായിരിക്കും? ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലോട്ടായിരിക്കും പോവുക. ഇനി റിവേഴ്സ് കേസ് ആണെങ്കിൽ, അതായത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിലോ അവർ ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ however, electrons being negatively charged particles tend to move from lower potential to higher potential or in a direction opposite to that electric field. Clear ആയല്ലോ? പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഓക്കെ, ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഓക്കെ, ഇനി അത് പോസിറ്റീവ്ലി ചാർജ്ഡ്. നെഗറ്റീവ് ആണെങ്കിലോ ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. ക്ലിയർ? അടുത്തത്, പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ is moved in an electrostatic field from a point at high potential to a point at low potential. ഒരു പോസിറ്റീവ് ചാർജ് ആണ് പ്ലസ് ക്യൂ. അതെന്ത് ചെയ്തു? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് മൂവ്ഡിനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന്റെ സഹായത്തോടെ മൂവ് ചെയ്യാണ്. എ പോയിന്റ് അറ്റ് ഹൈ പൊട്ടൻഷ്യൽ ടു എ പോയിന്റ് അറ്റ് ലോവർ പൊട്ടൻഷ്യൽ. ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് പോവാണ്. ഹൗ ഡു ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ചേഞ്ച്? സോ വെൻ എ പോസിറ്റീവ് ചാർജ് മൂവ്സ് ഫ്രം എ പോയിന്റ് ഓഫ് ഹൈ പൊട്ടൻഷ്യൽ ടു a point of low potential, it is moving down to the potential gradient and consequently its potential energy decreases. Okay, in turn its kinetic energy increases. In fact, loss in potential energy reappears as a gain in kinetic energy of the charge plus q. മനസ്സിലായല്ലോ? ഒരു പോസിറ്റീവ് ചാർജ് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലോട്ട് പോവാണ്. സോ നമുക്കറിയാം, ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലോട്ട് പോകുമ്പോഴത്തേനും അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താവും? ഡിക്രീസ് ചെയ്ത് പോകും. ആൻഡ് ആ ഡിക്രീസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിട്ടാണ് റിഫ്ലക്ട് ആവുക? യെസ്, അത് കൈനറ്റിക് എനർജി ആയിട്ടായിരിക്കും റിഫ്ലക്ട് ആവുന്നത്. സോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ആൻഡ് ഓൾസോ നമ്മുടെ വീഡിയോ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യെസ്, a current of 1 ampere is drawn, 1 second, yes, okay, 1 ampere is drawn by a filament of electric bulb. സോ ഇവിടെ നമുക്ക് കറണ്ട് തന്നിട്ടുണ്ട് അല്ലെ, 1 ആംപിയർ എന്നുള്ളത് നമുക്ക് കറണ്ട് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ അറിയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് അല്ലെ. അറിയേണ്ട കാര്യം എന്തായിരുന്നു? യെസ്, നമുക്ക് ടൈമും കൂടെ അറിയണം. കാരണം എന്താണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യം എന്തായിരുന്നു? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാസിംഗ് ത്രൂ എ ക്രോസ് സെക്ഷൻ ഓഫ് ഫിലമെന്റ്സ് ഇൻ 16 seconds. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് അറിയാമല്ലോ. ഇക്വേഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ഇക്വേഷൻ, അതായത് നമ്മുടെ ചാർജും കറണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ, അതെന്തായിരുന്നു? യെസ്, ഐ അല്ലെ. കറണ്ട് ഐ എന്ന് പറയുന്നത് എന്തായിരുന്നു? യെസ്, വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി അല്ലെ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. I is equal to Q by T എന്നുള്ള ഇക്വേഷൻ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടത് ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് ചാർജാണ്. അങ്ങനെയാണെങ്കിൽ ചാർജ് എന്തായിരിക്കും? കറണ്ട് ഇൻറ്റു ടൈം, ഐ ഇൻറ്റു ടി ആയിരിക്കും ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഐന്റെ വാല്യൂ എന്താ തന്നിട്ടുള്ളത്? യെസ്, 1 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ടി തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 16 seconds എന്ന് തന്നിട്ടുണ്ട്. യൂണിറ്റ്സ് ഒന്നും മാറ്റാനൊന്നുമില്ല. നേരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 1 × 16 എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? 16 കൂളം എന്ന് നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് നമുക്ക് ചാർജ് കിട്ടി. ചാർജ് ആണോ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? അല്ല, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, ക്യൂ ഇസ് ഈക്വൽ ടു ചാർജ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആണ്? യെസ്, എൻ. ഓക്കെ, സോറി. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ഞാൻ ഇതുമായിട്ടൊന്ന് യൂസ്ഡ് ആയി വരുന്നേ ഉള്ളൂ. ഓക്കെ, സോ ക്യൂ വിച്ച് ഇസ് ഈക്വൽ ടു എൻ ഇ. ഓക്കെ, യെസ്, ഇവിടെ ഇ ആണ് ഗൈസ്. ഓക്കെ, സോ ക്യൂ ഇസ് ഈക്വൽ ടു എൻ ഇ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്യൂ അറിയാം. ആൻഡ് ഓൾസോ ഇന്റെ വാല്യൂ നമുക്കറിയാം. ഇന്റെ വാല്യൂ എന്താണ്? യെസ്, ദിസ് 1.6 × 10⁻⁻19 ആണ് നമ്മുടെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 16 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 എന്നുള്ള വാല്യൂ വരും. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10⁻20. അതായത് ഇവിടുത്തെ ഓൾറെഡി 10⁻⁻19 എന്ന് പറയുന്നത് മേലേക്ക് പോകുമ്പോൾ 10⁻19 ആയി. ഇവിടെ 16ഉം
താഴെ 1.6 അപ്പം എത്ര വരും നമുക്ക്? യെസ് 10⁻20 എന്ന് നമുക്ക് ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? സോ നമ്മൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? യെസ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഞാൻ എഴുതിയത് മാത്രം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം വളരെ വൃത്തിയാണ് അല്ലേ? യെസ്, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആ. യെസ്, സിമ്പിൾ ആണ്. നിക്രോം എന്ന് പറയുമ്പോൾ ഏതാണ്? യെസ്, സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് കോയിൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? നിക്രോം യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാ വരുന്നത്? യെസ്, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ജെർമേനിയം മാച്ച് ആവത്തില്ല, ഓം മീറ്ററുമായിട്ടൊരു ബന്ധമില്ല. വെക്ടർ ക്വാണ്ടിറ്റി, യെസ് അഫ്കോഴ്സ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ആസ് എ വെക്ടർ ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ വൺ ഷോട്ടിലും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ടും ഇതേ സംഭവം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കറണ്ട് ഡെൻസിറ്റി സ്കെയിലാർ ഓർ വെക്ടർ, ട്രൂ ഓർ ഫോൾസ്, ഇതൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ ഇത് ചോദിച്ചിട്ടുള്ളതാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ സിമ്പിൾ ആണ്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് എഴുതാൻ ഞാൻ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. യെസ്, എന്തായിരുന്നു? യെസ്, I/A ആണ്. ഓക്കെ, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏരിയ ആണ്. ഓക്കെ, സോ നമുക്കറിയാം ഇത് നമുക്ക് വെക്ടറോട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. യെസ്, ഓക്കെ. യെസ്, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് സെമി കണ്ടക്ടർ നോക്കുമ്പോൾ യെസ് നേരെ തന്നെ കിടപ്പുണ്ട് അല്ലെ? ജെർമേനിയം. ഓക്കെ, സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ജെർമേനിയം നമുക്കറിയാം. ഇനി അടുത്ത എന്ന് മാത്രമേ ഉള്ളൂ? റെസിസ്റ്റിവിറ്റി ആണ്. അപ്പൊ റെസിസ്റ്റിവിറ്റി ഇനി നമുക്ക് കൂടുതൽ പഠിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഇനി റെസിസ്റ്റിവിറ്റിയുടെ നമുക്ക് ടേം അറിയാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഒരെണ്ണം മാത്രമേ ബാലൻസ് ഉള്ളൂ, ഓം മീറ്റർ എന്നുള്ളത്. അപ്പൊ നമ്മൾ റെസിസ്റ്റിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? യെസ്, R is equal to, ഓക്കെ, R is equal to എന്തായിരുന്നു? നമ്മുടെ റോ L/A. ഓക്കെ, റോ L/A. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റോ എന്ന് പറയുമ്പോൾ എന്ത് വരും? RA/L എന്ന് വരും. അങ്ങനെയാണെങ്കിൽ R റെസിസ്റ്റൻസിന്റെ വരുന്നത് ഓം ആണ്, ആൻഡ് ഓൾസോ ഏരിയയുടെ വരുന്നത് മീറ്റർ സ്ക്വയർ ആണ്. ആൻഡ് താഴെ എന്ത് വരും? യെസ്, /L വരുമ്പോൾ അതെന്താണ്? മീറ്റർ ആണ്. അപ്പൊ മീറ്റർ സ്ക്വയറും എമ്മും കൂടെ ക്യാൻസൽ ആയി പോയി ഓം മീറ്റർ ആയിരിക്കും ആൻസർ വരുന്നത്. സോ നമുക്ക് കിട്ടി ഫോർത്ത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓം മീറ്റർ ആയിട്ടും കിട്ടി. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നെയിം എനി ഓഫ് 2 ഫാക്ടേഴ്സ് അഫക്ടിങ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെല്ല്. അതായത് ഇന്റേണൽ റെസിസ്റ്റൻസ്, സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിലൊക്കെ ചേഞ്ചസ് വന്നാലാണ് ഇന്റേണൽ റെസിസ്റ്റൻസിൽ മാറ്റം വരുന്നത്, ഇതാണ് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ദ സർഫസ് ഏരിയ ഓഫ് ദി ഇലക്ട്രോഡ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു സെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുണ്ട്? ഇലക്ട്രോലൈറ്റ്, അവിടെ ഡിപ്പ് ചെയ്ത് വെക്കുന്ന ഇലക്ട്രോഡ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആ ഇലക്ട്രോഡ്സിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ റെസിസ്റ്റൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. സർഫസ് ഏരിയ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? ഇന്റേണൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതായത് സെല്ലിന്റെ ഉള്ളിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡ്സിന്റെ ഏരിയ കൂടിയിട്ടുണ്ടെങ്കിൽ, അതായത് അതിന്റെ സർഫസ് ഏരിയ കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തായിട്ട് വരും? ഇന്റേണൽ റെസിസ്റ്റൻസ് ഒബിയസ്ലി ഡിക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? സോ ലാർജർ ദ സർഫസ് ഏരിയ ഓഫ് ദി ഇലക്ട്രോഡ്സ്, ലെസ് ഇൻ ദി ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? സെക്കൻഡ് പോയിന്റ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇലക്ട്രോഡ്സിന്റെ സർഫസ് ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സർഫസ് ഏരിയ കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയുന്നു പറഞ്ഞു. അടുത്ത പോയിന്റ് എന്തായിരുന്നു? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ്. രണ്ട് ഇലക്ട്രോഡ്സ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പം അതിന്റെ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചും എന്ത് മാറ്റം വരുന്നുണ്ട്? ഇന്റേണൽ റെസിസ്റ്റൻസും മാറ്റം വരുന്നുണ്ട്. മോർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്, ഗ്രേറ്റർ ഇസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് എന്താണ്? ദ മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി, ഓക്കെ, അത് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റൻ ആണ്. ദ മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ സെൽ. യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു I is equal to E/R plus R. ഓക്കെ അല്ലേ? സോ അതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ല? അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഒരെണ്ണം നമ്മൾ പറഞ്ഞു ഇലക്ട്രോഡിന്റെ സർഫസ് ഏരിയ, അതുപോലെ തന്നെ എന്താണ്? ഈ ഇലക്ട്രോഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. ഇനി അടുത്തത്, വാട്ട് യു മെൻ ബൈ ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ എ കണ്ടക്ടർ വെൻ എൻ ഇലക്ട്രിക് കറണ്ട് ഇസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഇതും എന്താണ്? രണ്ട് പാർട്ട് ഉണ്ട്. അതായത് ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു A പാർട്ടും ഉണ്ട്, B പാർട്ടും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതായത് പവർ ഡിസിപ്പേറ്റഡ് ഇൻ എ കണ്ടക്ടർ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ മീൻ ചെയ്യുന്നത്? പറഞ്ഞിട്ടുണ്ടോ? വെൻ ആൻ ഇലക്ട്രിക് കറണ്ട് ഇസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഓക്കെ, അതായത് കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് നമ്മൾ പവർ ഡിസിപ്പേറ്റഡ് ഇൻ എ കണ്ടക്ടർ എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? സോ വെൻ ആൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ,
പവർ ഇസ് ഡിസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഓക്കെ, നമുക്കറിയാം കണ്ടക്ടറിലൂടെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതെന്താവും, ചൂടാവുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പം അവിടെ ഈ പവർ അല്ലെങ്കിൽ ഈ എനർജി എന്തായിട്ടാണ് പോകുന്നത്, ഹീറ്റ് എനർജി ആയിട്ടാണ് പോകുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി ദ വർക്ക് ഡൺ ഫോർ ചാർജസ് ടു ഫ്ലോ ഇൻസൈഡ് ദ കണ്ടക്ടർ പെർ യൂണിറ്റ് ടൈം. Power dissipated is proportional to square of current and resistance of the conductor. അതായത് പവർ എന്ന് പറയുന്നത് P is equal to, ഓക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യുവാണ് എഴുതാനായിട്ട്. ലെറ്റ്സ് സി. ഓക്കെ, സോ പവർ P is equal to എന്താണ്, I. ഓക്കെ, പവർ P is equal to, ഓക്കെ ഞാൻ പ്ലാൻ ഞാൻ ഡ്രോപ്പ് ചെയ്തേക്കുവാണ്. ഓക്കെ, പവർ P is equal to I square R ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് എനർജി ഇൻ ദി കണ്ടക്ടർ. സോ വെൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് അപ്ലൈഡ് അക്രോസ് എ മെറ്റാലിക് കണ്ടക്ടർ. ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ കണ്ടക്ടേഴ്സിന്റെ ഉള്ളിൽ ആരുണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ കണ്ടക്ടേഴ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ മോഷൻ എങ്ങനെയായിരിക്കും, നമ്മൾ എക്സ്റ്റേണൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫ്രീ ഇലക്ട്രോൺസ് ഓൾവേസ്, ഓക്കെ ശ്രദ്ധിക്കണം, ഓൾവേസ് എങ്ങനെയാണ് പോകുന്നത്, ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ ആണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പം ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ലോവർ പൊട്ടൻഷ്യലിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലോട്ട് പോയിട്ട് നമുക്കറിയാം അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, കറണ്ട് അവിടെ, ഇലക്ട്രിക് കറണ്ട് അവിടെ ഉണ്ടാവും. ഓക്കെ, സോ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, നമുക്കറിയാം ഇവിടെ നമ്മുടെ ആരുണ്ട്, നമ്മുടെ അയോൺസ് ഉണ്ട് അല്ലെ, പോസിറ്റീവ് അയോൺസ് ഉണ്ട്. ഈ അയോൺസുമായിട്ട് ഹിറ്റ് ചെയ്യും. ഓക്കെ, അതായത് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് പോസിറ്റീവ് അയോൺസ് ആയിട്ട് ഹിറ്റ് ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് ഇത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തിട്ട് ഇതിന് കൈനറ്റിക് എനർജി കിട്ടുന്നുണ്ട്. അപ്പം അഡീഷണൽ ആയിട്ട് കിട്ടുന്ന കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, ഈ കൊളീഷന്റെ ഭാഗമായിട്ട് അതിന് നഷ്ടപ്പെടും. ദിസ് എനർജി, അതായത് ഇവിടെ നഷ്ടപ്പെട്ട ഈ എനർജി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, യെസ് ഇറ്റ് ഇസ് കൺവേർട്ടഡ് ടു ഇൻ ടു ഹീറ്റ് ആയിട്ട് മാറും. ഹെൻസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ കണ്ടക്ടർ begins to rise. Okay, the conductor becomes hot. This is the origin of heat effect in electric current. ഓക്കെ ആണല്ലോ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ചുമ്മാ ഒരു കഥയാണ്. എന്താണ്, യെസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്തു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ കണ്ടക്ടറിനുള്ളിൽ ഫ്രീ ഇലക്ട്രോൺസ് ലോവർ പൊട്ടൻഷ്യലിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലോട്ട് മൂവ് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ മൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ആവും. ആൻഡ് ഓൾസോ ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, പോസിറ്റീവ് അയോൺസ് ഇവിടെ ഇരിപ്പട്ടെ അതിനൊക്കെ ചെയ്ത് ഹിറ്റ് ചെയ്യും. ഹിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അഡീഷണലി വരുന്ന, അതായത് ഇതിന് കിട്ടിയ എക്സ്ട്രാ കൈനറ്റിക് എനർജി ഇങ്ങനെ ഹീറ്റിന്റെ ഫോം ആയിട്ട് മാറും. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ കണ്ടക്ടേഴ്സിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ആവുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. പെട്ടെന്ന് പോകാം, വളരെ ഈസി ക്വസ്റ്റൻ ആണ്. എ യൂണിഫോം വയർ ഓഫ് റെസിസ്റ്റൻസ് 4 ohm is bent into in the form of square. അതായത് നമുക്ക് തന്നിട്ടുണ്ട് റെസിസ്റ്റൻസ് അല്ലെ. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 ohm ആണെന്ന് തന്നിട്ടുണ്ട്. ആ ഒരു യൂണിഫോം വയർ ആണ്. ആ യൂണിഫോം വയറിന് നമ്മൾ എന്ത് ചെയ്തു, യെസ് ഇതിപ്പം ഒരു 16 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ എന്തായി ഒരു സ്ക്വയർ ആക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓരോ സൈഡ് എത്ര വരും, 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ. കാരണം നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ, സ്ക്വയർ ആക്കിയേക്കുക. ഓക്കെ, സ്ക്വയർ ആക്കിയേക്കുവാണ്. അപ്പം ഒരു യൂണിഫോം റെസിസ്റ്റൻസ് യൂണിഫോം വയർ, അതിന് റെസിസ്റ്റൻസ് 40 ohm ആണ്. അതിനെന്ത് ചെയ്തു, ഒരു സ്ക്വയർ ആയിട്ട് മാറ്റി. What is the effective resistance between two diagonally opposite corners of the square? So ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ ആക്കിയത്. ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെ ഇപ്പൊ നമുക്ക് അറിയാം എത്രയായിരുന്നു, 40 ohm ആണ്. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഈ രണ്ട് കോർണേഴ്സ്, ഒന്നുകിൽ എ സി, ഓക്കെ ഇവര് തമ്മിലുള്ളത്, അല്ലെങ്കിൽ ബി ഡി. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഏതെടുത്തു, നമ്മൾ എടുത്തത് എയും സിയും എടുത്തു. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് RAC എന്ന് പറയുന്നത് എന്തായിട്ട് വരും, 10 plus 10 plus 10 plus 10 sorry 10 plus 10 into 10 plus 10 divided by 2 into 10 plus 10. ഓക്കെ അല്ലേ? സോ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്, 10 plus 10. കാരണം നമുക്കറിയാം ഓരോ സൈഡിലും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ohm 10 ohm ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 10 plus 10 into 10 plus 10 divided by 2 into 10 plus 10. സോ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി 10 ohm എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഇസ് RAC. ഇതുപോലെ തന്നെ നമുക്ക് RABയും RBC ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത്
ആറാമത്തെ ക്വസ്റ്റൻ ആണ് സ്റ്റേറ്റ് ജംഗ്ഷൻ റൂൾ. സിമ്പിൾ ആണല്ലേ. ജംഗ്ഷൻ റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് എനി സർക്യൂട്ട് ജംഗ്ഷൻ ദ സം ഓഫ് കറന്റ് ഫ്ലോയിങ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദി ജംഗ്ഷൻ ആർ ഈക്വൽ. അതായത് ഒരു ജംഗ്ഷനിലോട്ട് കറണ്ട് വന്നു, 5 ആംപിയർ കറണ്ട് വന്നു. ആ 5 ആംപിയർ കറണ്ട് തന്നെ എന്ത് ചെയ്യും, ആ ജംഗ്ഷനിൽ നിന്ന് പുറത്തു പോകും. ഓക്കെ, ഒരു ജംഗ്ഷനിൽ ആരൊക്കെ വന്നോ അവരെല്ലാവരും പുറത്തേക്ക് പോകും. ഓക്കെ അല്ലേ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, യൂസിങ് ദ എബവ് റൂൾ, അതായത് ജംഗ്ഷൻ റൂൾ യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കറണ്ട് ഐ ഷോൺ ഇൻ ദ ഫിഗർ. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ആംപിയർ കറണ്ടും 2 ആംപിയർ കറണ്ടും ഈ ജംഗ്ഷനിലോട്ട് വന്നു അല്ലെ, ഈ ജംഗ്ഷനിലോട്ട് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട്, തിരിച്ചു പോയത് ആരൊക്കെയാ, 4 ആംപിയർ പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവിടെ പറഞ്ഞാൽ ഒരു ഐ കറണ്ടുമാണ് പോയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ പറ്റും, ഇവിടെ എത്ര വന്നോ, അതായത് ഇവിടെ ടോട്ടൽ എത്രയാണ് വന്നത്, 5 ആംപിയർ വന്നത് അല്ലെ, 3 ആംപിയർ പ്ലസ് 2 ആംപിയർ 5 ആംപിയർ ടോട്ടൽ വന്നത്. ആ 5 ആംപിയർ തന്നെ എന്ത് ചെയ്യണം, തിരിച്ചു പോകണം. ആ 5 ആംപിയറിൽ നമുക്കറിയാം 4 ആംപിയർ ഇവിടെ തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും, സിംപ്ലി 1 ആംപിയർ അല്ലെ. സിമ്പിൾ ആണ്, 1 ആംപിയർ ആണ്. അതായത് 3+2 എന്ന് പറയുന്നത് ഇൻകമിങ് വന്ന ആ ജംഗ്ഷനിലോട്ട് വന്ന കറണ്ട് ആണ് 3+2 എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അവിടെ നമുക്കറിയാം ലീവ് ചെയ്തു പോയ കറണ്ടുകൾ ആരൊക്കെയാണ്, 4+I ആണ് ലീവ് ചെയ്തു പോയത്. സോ 3+2 5 ആംപിയർ ആണ്. അപ്പം 4+I എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, 5 ആംപിയർ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടി എന്തായിരിക്കും, യെസ്, ഈ I എന്ന് പറയുന്നത് 1 ആംപിയർ ആണ്. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്ത് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾക്കുള്ള സൊല്യൂഷൻ ആയിട്ട് ടെലഗ്രാമിൽ ഞാൻ വരുന്നതായിരിക്കും. സോ അതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയാണ് പറയേണ്ടത്, യെസ്, കമന്റ് ബോക്സിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ പറഞ്ഞാൽ മതി. ആ ക്വസ്റ്റ്യൻ നമ്പർ പറയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, യെസ്, അതിനനുസരിച്ചിട്ട് ടെലഗ്രാമിൽ നമ്മൾ സൊല്യൂഷൻ തരും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദി ബ്രാക്കറ്റ്. So first, alloys of metals usually have greater or less resistivity than that of their constituent metals. It's simply നമുക്ക് പറയാം എന്താണ്, യെസ്, എന്താണ്, greater ആണ്. Okay, greater. In option B, the resistivity of alloy magnin dash is nearly independent of temperature or increase rapidly with increase in temperature. നമ്മളിത് പഠിച്ചതാണല്ലേ. യെസ്, നമ്മൾ ഇന്ന് നമ്മുടെ 1 ഷോട്ടിൽ നമ്മൾ കൃത്യം എടുത്ത് പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. റെസിസ്റ്റിവിറ്റി ഓഫ് അലോയ് ആണെന്നുണ്ടെങ്കിൽ മെറ്റലിന്റെ അത്രയും എന്തല്ല, അത്രയും റെസ്പോൺസ് എന്തില്ല, ടെമ്പറേച്ചറിനോടില്ല, ഒരു വീക്ക് റെസ്പോൺസ് ആണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, യെസ്, ഇസ് നിയർലി ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻക്രീസ് റാപ്പിഡ്ലി വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണോ, അല്ല, തീർച്ചയായിട്ടും അല്ല. അതാരാണുള്ളത്, നമ്മുടെ മെറ്റൽ ആണ്. അങ്ങനെ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ടെമ്പറേച്ചറിന് വളരെ സെൻസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അത്രത്തോളം ഡിപ്പെൻഡൻസ് കാണിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ അലോയ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള ഡീവിയേഷൻ അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലാണ്, വീക്ക് റെസ്പോൺസ് ആണ് ആരോടുള്ളത്, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഉള്ളത്. ക്ലിയർ. സോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത്തരം അലോയ്സിനൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. യെസ്, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ക്വസ്റ്റ്യൻ. എ ബൾബ് ഇസ് റേറ്റഡ് 100 watt. ഓക്കെ, 100 watt ഫോർ 220 volt സപ്ലൈ. ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ബൾബ്. ഇത് നമ്മൾ നമ്മുടെ 1 ഷോട്ട് എടുത്തപ്പോഴും നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് ആരൊക്കെയാണ്, പവർ തന്നിട്ടുണ്ട്, അതുപോലെ വോൾട്ടേജും തന്നിട്ടുണ്ട്. ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാലോ. ഇക്വേഷൻ പവറിന് നമ്മൾ പറഞ്ഞിരുന്നല്ലേ, IV അറിയാം നമുക്കല്ലേ, കറണ്ട് ഇൻറ്റു വോൾട്ടേജ് എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. ഇനി അതല്ലെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയുക ഇക്വേഷൻസ് കിട്ടി. അതിലൊന്നാണ് എന്തെന്ന് പറയുന്നത്, P is equal to V²/R എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും, റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസിന് എന്തായിരിക്കും ഇക്വേഷൻ വരുന്നത്, യെസ്, റെസിസ്റ്റൻസ് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അതായത് Pന്റെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ P ഒബിയസ്ലി റെസിസ്റ്റൻസിന്റെ സ്ഥലത്ത് വന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ V²/P ആയിരിക്കും. Vന്റെ വാല്യൂ നമുക്കറിയാം 220 ആണ്. അപ്പം 220 സ്ക്വയർ ഇട്ടു. ഇനി നമുക്ക് താഴെ ആരാ വരുന്നത്, യെസ്, പവർ ആണ്. പവർ നമുക്ക് എത്ര കിട്ടി, 100 എന്ന് കിട്ടി. സോ നമുക്ക് പറയാം വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, യെസ്, 480 ohm എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, 484 ohm എന്ന് നമുക്ക് ആൻസർ പറയാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ. സോ പവർ നമുക്ക് കിട്ടി. സോറി, പവർ അല്ല, റെസിസ്റ്റൻസ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് എഴുതാൻ മറക്കരുത്, യൂണിറ്റ് എഴുതാനായിട്ട് മറക്കരുത്. യൂണിറ്റിന് മാർക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് യൂണിറ്റ് നിങ്ങൾ തെറ്റിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും യൂണിറ്റ് എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് പോകും. ഓക്കെ അല്ലേ. യെസ്, അതുപോലെ തന്നെ യൂണിറ്റ് കൺവേർഷൻ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കൺവേർഷൻ ആദ്യം ചെയ്തിട്ട് തന്നെ പ്രോബ്ലം ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് 9th ക്വസ്റ്റൻ ആണ്, വെക്റ്റർ ഫോം ഓഫ് ലോ ക്യാൻ ബി റിട്ടൺ ആസ് J is equal to sigma E. ഓക്കെ,
വെക്ടർ ഫോം ഓഫ് എ ലോ. ഏത് ലോ ആണ്? നമ്മളത് 1 മാർക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. ഏത് ലോയിന്റെ നമ്മൾ ഇത് എഴുതുന്നത്? യെസ്, ഇറ്റ് ഈസ് ഓംസ് ലോ ആണ്. ദ ഇക്വേഷൻ ഇസ് എൻ ഇക്വാലന്റ് ഫോം ഓഫ് എ ഫേമസ് ലോ. നെയിം ദ ലോ. സിമ്പിൾ, ഓംസ് ലോ. ഓംസ് ലോ നമുക്കറിയാം V is equal to IR ആണ്. അതിന്റെ വെക്ടർ ഫോം ആണ് എന്തെന്ന് പറയുന്നത് J is equal to സിഗ്മ E എന്ന് പറയുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ ആണ്. സോ ആസ് ഓഫ് നൗ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ നമ്പർ മാത്രം കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ടെലിഗ്രാമിൽ ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ. Okay, two identical cells, each of EMF E having negligible internal resistance. Okay, നമുക്ക് രണ്ട് സെൽസ് വന്നിട്ടുണ്ട്, രണ്ടും ഐഡന്റിക്കൽ ആണ്. അതിന്റെ EMF, രണ്ടിന്റെയും EMF എന്ന് പറയുന്നത് എന്താണ്? യെസ്, E തന്നെയാണ്. അതുപോലെ ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്ട് ചെയ്യാനായിട്ട് പറ്റും. ആർ കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ഈച്ച് അതർ അക്രോസ് ആൻ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആർ. ഓക്കെ, സെൽസ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ ആണ്. എക്സ്റ്റേണൽ ആയിട്ട് ആരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? നമ്മുടെ റെസിസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ കറന്റ് ത്രൂ ദിസ് റെസിസ്റ്റൻസ്? അപ്പൊ നമുക്കറിയാം, ആസ് ദ സെൽസ് ആർ connected parallel, so the net EMF of the circuit will be E by Ohm's law. The current through resistance will be equal to I is equal to E by R എന്ന് വരും. Okay അല്ലേ? Clear? Yes, simple question ആണ്. അടുത്തത്, a 2V cell is connected to 1 ohm resistor. Okay, 2V volt ആണ് വരുന്നത് സെല്ല്. അത് 1 ohm റെസിസ്റ്റർ ആയിട്ട് കണക്ട് ചെയ്തു. ഹൗ മെനി ഇലക്ട്രോൺസ് കെയിം ഔട്ട് ഓഫ് ദി നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി സെൽ ഇൻ 2 minutes. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ 2 minutes ആണ് തന്നിരിക്കുന്നത്. അത് തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞിട്ട് അറിയാം എന്താണ്, യൂണിറ്റ് കൺവേർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന് എന്ത് ചെയ്യണം? സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 into 60. 2 into 60 മീൻസ് വാട്ട്? യെസ്, 120 seconds ആണ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത് ആരാണ്? യെസ്, ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ചാർജ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ചാർജ് എങ്ങനെയാണ്? യെസ്, കറന്റ് ഇസ് ഈക്വൽ ടു Q by T ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാർജ് ഇസ് ഈക്വൽ ടു കറന്റ് ഇൻറ്റു ടൈം ആണ്. സോ കറന്റ് ഇവിടെ എത്രയാണ് വരുന്നത്? യെസ്, 2 ആണ് വരുന്നത്. ഇൻറ്റു ദെൻ നമ്മുടെ പറഞ്ഞു യെസ് 2 ohm, സോറി നമ്മുടെ മിനിറ്റ് ആണ്. ഓക്കെ, 2 മിനിറ്റിന് നമ്മൾ ഇവിടെ തന്നെ കൺവേർട്ട് ചെയ്യുവാണ്. 2 into 60, ദാറ്റ് ഇസ് 120. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 240 കൂളം ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ചാർജ് എന്ന് പറയുന്നത്. ആ ചാർജ് എങ്ങനെ കിട്ടിയത്? I into T. I നമുക്കറിയാം 2 ആണ്. ഓക്കെ, യെസ്, ഓക്കെ, ചാർജ് ഇൻ 2 minutes. I നമുക്കിവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല. ഓക്കെ, I നമുക്കിവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല. പക്ഷെ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? യെസ്, വിയും തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് 1ഉം തന്നിട്ടുണ്ട് അല്ലെ. അതായത് വോൾട്ടേജ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 by റെസിസ്റ്റൻസ്, അതായത് V by R is equal to I ആണ്. അതാണ് കേട്ടോ ഇവിടെ 2 by 1 എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കറണ്ട് 2 ആംപിയർ എന്നുള്ളത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് സ്കിപ്പ് ആയി പോയതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കറണ്ട് I എന്ന് പറയുന്നത് നമുക്കറിയാം V by R ആണ്. ഇവിടെ 2V എന്നും തന്നിട്ടുണ്ട്, R 1 ohm എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 by 1 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്. ദെൻ ടൈം നമുക്കറിയാം 120 seconds. അപ്പൊ നമുക്ക് കിട്ടി 240 കൂളം. ഓക്കെ, ഇനി അഗൈൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതെങ്ങനെ കാണുന്നത്? Q is equal to NE ആണ്. സോ ഇവിടെ N നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ Q by E വരും. E is equal to എന്താണ്? 1.6 into 10 to the power minus 19 ആണ്, which is equal to 1.5 into 10 to the power 21. Okay, clear? Yes, simple question. Okay, 2 bulb have rating 100 watt, 200 volt and 60 watt, 220 volt respectively. Which one is having greater resistance? So again നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പം ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് വേണം, വോൾട്ട് വേണം, പവർ. അപ്പം ഈ 3 സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു? P is equal to V square by R ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസ്, അതായത് ഫസ്റ്റത്തെ റെസിസ്റ്റൻസ് R1 നമ്മൾ കണ്ടുപിടിക്കുക. R1 എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, നമ്മൾ P is equal to V square by R എന്ന് പറഞ്ഞു അല്ലേ. ആ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? R കണ്ടുപിടിക്കാൻ പറ്റും. R is V square by P. So V square by P എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേസിൽ എത്രയാണ്? V എന്ന് പറയുന്നത് 200 ആണ്. സോ 200 സ്ക്വയർ ഡിവൈഡഡ് ബൈ പവർ എന്ന് പറയുന്നത് 100 വാട്ട് ആണ്. സോ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി 400 ohm എന്ന് കിട്ടി. ഇനി രണ്ടാമത്തത് നോക്കുമ്പോൾ അവിടെ പവർ എത്രയാണ് വരുന്നത്? 60ഉം അതുപോലെ നമ്മുടെ വോൾട്ട് വരുന്നത് 220 വോൾട്ടും ആണ്. സോ നമുക്ക് എഴുതാം 220 സ്ക്വയർ ഡിവൈഡ് ബൈ 60. അപ്പോൾ നമുക്ക് കിട്ടി 806.7 ohm എന്ന് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് റെസിസ്റ്റൻസും R1ഉം R2 നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? യെസ്, സെക്കൻഡ് ബൾബിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റൻ ആണ്. ഈശ്വര, ഇത് ഞാൻ എഴുതിയേ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ കുറച്ചൊക്കെ ഞാൻ പറയാം. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, so the potential difference between the terminals of an electric heater is 60 volt. Okay, 60 volt. Okay, yes.
അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട് 60 വോൾട്ട് എന്ന്. ഇനി കറണ്ട് ഡ്രോസ് എ കറണ്ട് ഓഫ് 4 ആംപിയർ. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് I which is equal to 4 ആംപിയർ എന്നും തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ, 4 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് വാട്ട് കറണ്ട് വിൽ ഹീറ്റർ ഡ്രോ ഇഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഇൻക്രീസ്ഡ് ടു 120. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഇവിടുത്തെ വോൾട്ട് ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ? 60 വോൾട്ട് എന്നുള്ളത് 120 ആക്കുക ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് കേസിൽ നമുക്ക് ആദ്യം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, V/I ആണ് അല്ലേ? അപ്പം V/I എന്ന് പറയുമ്പം ദിസ് വിൽ ബി 60 ഡിവൈഡഡ് ബൈ എത്രയാണ്? 4. അപ്പം നമുക്ക് കിട്ടി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? യെസ്, 15 ഓം എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? യെസ്, ഇനി നമ്മുടെ വോൾട്ട് 120 ആക്കിയേക്കുവാണ്. അപ്പം 120 വോൾട്ട് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എത്രയാക്കി? 120 ആക്കി. ഇനി അടുത്ത് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് കറണ്ട് എന്താവും എന്നുള്ളതാണ്. റെസിസ്റ്റൻസിലെ മാറ്റം വരുമോ? ഇല്ല, റെസിസ്റ്റൻസ് 15 ഓം തന്നെയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറണ്ട് I എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കും? 120 ഡിവൈഡഡ് ബൈ 15. ഓക്കെ, സോ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി എത്രയാണ്? 8 ആംപിയർ എന്ന് കിട്ടി. ഓക്കെ, സോ കറണ്ട് എത്രയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് 120 ആക്കിയപ്പോഴത്തേനും 4 ആംപിയർ ആയിരുന്നു. അതായത് 60 വോൾട്ടിൽ ഉണ്ടായിരുന്നത് 4 ആംപിയർ ആണ്. സോ വോൾട്ടേജ് മാറ്റിയപ്പോഴത്തേനും എന്ത് മാറി? കറണ്ടും മാറി. കറണ്ട് നമുക്ക് എത്ര കിട്ടി? 8 ആംപിയർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? യെസ്, യെസ്, ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റൻ ആണ് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്, നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്ത ക്വസ്റ്റൻ ആണ്, റിപ്പീറ്റഡ് ആണ്. സോ യെസ്, അപ്പം ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പം ഓൾമോസ്റ്റ് 13 ക്വസ്റ്റൻസ് നമ്മൾ കവർ ചെയ്ത് 2 മാർക്ക് ക്വസ്റ്റൻ്റെ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. സോ നിങ്ങൾ എത്രത്തോളം എന്താ പറയുക നിങ്ങളുടെ റെസ്പോൺസ് വരുന്നു? ഇത്തരം ക്വസ്റ്റൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത്? ഇനി അതല്ല വേണ്ടത്, എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് വ്യൂസും ലൈക്സും അതുപോലെ നിങ്ങളുടെ കമൻസും ത്രൂ ആണ് മനസ്സിലാവുന്നത്. സോ ഓഫ്കോഴ്സ് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ കൺസേൺസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഇതിനൊക്കെയായിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങളുടെ റിക്വയർമെന്റ്സ് എന്നുള്ളത്. ആൻഡ് ഓൾസോ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. കാരണം ടെലഗ്രാമിൽ നമ്മൾ ഒരുപാട് ഒരുപാട് നോട്ട്സ് നമ്മൾ അവിടെ ഇടുന്നുണ്ട്. സോ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ടെലഗ്രാമിൽ എന്തായാലും ജോയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ എവിടെ ഉണ്ടാവുന്നത്? നേരെ നമ്മൾ ടെലഗ്രാമിൽ പോയിട്ടുണ്ടെങ്കിൽ വേദാന്തു മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടും. സോ യെസ്, അപ്പം ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റൻസ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റൻ നമ്പർ മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അപ്പം തന്നെ സൊല്യൂഷൻ തരാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് കമന്റിൽ തന്നെ പറയാം. ഇനി അതല്ല നമുക്കൊരു വീഡിയോ സൊല്യൂഷൻ ആണ് വേണ്ടതെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്യാം, ഒന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെലഗ്രാമിൽ നമ്മൾ വീഡിയോ സൊല്യൂഷനും തരുന്നതാണ്. സ്റ്റേറ്റ് ബയോട്ട്-സാവർട്ട് ലോ ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഇക്വേഷൻ. നമുക്കറിയാലോ, യെസ്, ബയോട്ട്-സാവർട്ട് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് magnetic field due to a current carrying conductor at a distance point is inversely proportional to the square of the distance between the conductor and point, and the magnetic field is directly proportional to the length of the conductor and current flowing in the conductor. ഇത്രയും എഴുതാമെങ്കിൽ നമുക്ക് എന്തറിയാം? ഇക്വേഷൻ അറിയാം. dB is equal to mu 0 by 4 pi into I dl sin theta divided by r square. ഓക്കെ, I എന്ന് പറഞ്ഞ കറണ്ട് ആണ്, dl എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെങ്ത് ആണ്, ആൻഡ് ഓൾസോ സൈൻ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. യെസ്, I ക്രോസ് dl അല്ലേ? അതായത് നമ്മുടെ കറണ്ട് എലമെന്റും അതുപോലെ തന്നെ നമ്മുടെ പോയിന്റും ഓക്കെ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്, ആൻഡ് ഓൾസോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത നമുക്ക് നോക്കാം. ആംപിയേഴ്സ് തിയറം ഹെൽപ്സ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ റീജിയൻ അറൌണ്ട് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ആംപിയേഴ്സ് തിയറം. സോ ആംപിയേഴ്സ് തിയറം എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ആംപിയേഴ്സ് ലോ, ദ മാഗ്നറ്റിക് ഫീൽഡ് line integral around a closed path is equal to the product of the magnetic permeability, okay, that is mu 0 of that space and the total current through that area bounded by the path. Okay അല്ലേ? സോ നമുക്ക് എഴുതാം ഇന്റഗ്രൽ E dot dl which is equal to mu 0 into sum of the current. ഇനി അടുത്തത്, എ കണ്ടക്ടർ ക്യാരിങ് എ കറന്റ് I is bent as shown in the figure. ഓക്കെ, ഒരു കണ്ടക്ടറിലൂടെ ഒരു കണ്ടക്ടർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ്, അതിങ്ങനെ നമ്മൾ ഇതാ ബെൻഡ് ചെയ്തു. അപ്ലൈ ആംപിയേഴ്സ് തിയറം അറ്റ് ദി പാർട്ട് എ ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, സോ ഈ പാർട്ട് എ കാണിച്ചെടുക്കുന്നിടത്ത് ആംപിയേഴ്സ് തിയറം നമ്മുടെ അടുത്ത് വർക്ക്ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ I enclosed will be equal to I plus, okay, I plus I minus I which will be equal to 0. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറണ്ട് നമ്മുടെ E dot dl എന്ന് പറയുന്നത്, അതായത് ഇന്റഗ്രൽ E dot dl എന്ന് പറയുന്നത് എന്തായിട്ട് മാറും?
സീറോ ആയിട്ട് മാറും. കാരണം എന്താണ്? സം ഓഫ് കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. അല്ലെങ്കിൽ ഐ എൻക്ലോസ്ഡ് കറണ്ട് എൻക്ലോസ് ചെയ്തിരിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡി എല്ലിന്റെ വാല്യൂ എന്തായിരിക്കും? യെസ്, 0 ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? യെസ്. When a charge Q is moving through uniform magnetic field B with a velocity V experiences a force. Write down the expression for the force on the charge in vector form. Simple അല്ലേ? നമുക്കറിയാം F is equal to QVB sin theta എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ യൂഷ്വലി എഴുതുക. വെക്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ യെസ്, F is equal to Q into V ക്രോസ് ബി. ഓക്കെ, ക്യൂവിന് എന്തുകൊണ്ട് പുറത്തെടുത്ത്? ക്യൂ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അല്ലെ? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പിന്നെ അവിടെ വെക്ടേഴ്സ് ആയിട്ട് ആരുള്ളത്? വിയും പിയും ആണ്. ഓക്കെ അല്ലേ? സോ ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് എഴുതാം. ആൻഡ് ഓൾസോ നമുക്കിത് വെക്ടർ ഫോം ചോദിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ പ്രോബ്ലംസ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ഇക്വേഷൻ എഴുതാം? ക്യൂ വി ബി സൈൻ തീറ്റ. ഓക്കെ, ഈ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വെലോസിറ്റി വെക്ടറും അതുപോലെ തന്നെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. Say whether the following statement is true or false. When the charged particle is moving with a velocity in a direction perpendicular to the uniform magnetic field. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞേ? വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. Then there is no change in its kinetic energy even if momentum changes. Okay, നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമ്മൾ ക്ലാസ്സിലും പറഞ്ഞാണ് അല്ലേ? This statement is true. Okay, yes, statement is true. Another question, a straight horizontal conducting rod of length 0.45 meter and mass 60 gram is suspended by two vertical wires at its ends. A current 5 ampere is set up in the rod throughout the wire. What magnetic field should be set up in the rod through the wires? Okay, first we will the magnetic field. What magnetic field should be set up normal to the conductor in order that the tension in the wire is 0. So, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ if tension 0 ആണെന്നുണ്ടെങ്കിൽ, okay, tension 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് mg ആയിട്ട് എഴുതാം അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ mg will be equal to എന്താണ്? ILB ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതൊന്ന് ബി കണ്ടുപിടിക്കാം. ബി എങ്ങനെ കണ്ടുപിടിക്കാം? mg by IL എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ m നമ്മൾ നോക്കുവാണെങ്കിൽ m നമുക്ക് എന്തിലാണ് തന്നിരിക്കുന്നത്? 60 gram ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് 60 into 10 to the power -3 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? കിലോഗ്രാമിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ആദ്യം m നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. Then G in the value 9.8 or 10 നമുക്ക് എടുക്കാം. And divided by എന്താ വരാ? I in the value തന്നിട്ടുണ്ടല്ലോ 5 ampere. So 5 ampere into length നമുക്ക് മീറ്റർ തന്നെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മീറ്റർ അത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യൂണിറ്റ് കൺവേർഷൻ ഒന്നും ആവശ്യമില്ല. സോ ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും അവിടെ യൂണിറ്റ് കൺവേർഷൻ വേണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രം പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ യൂണിറ്റ് കൺവേർഷനും നടത്തണം. കുറേ കഴിഞ്ഞിട്ട് അറ്റ് ദി എൻഡ് എന്നൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് മിസ്റ്റേക്സും വരും. അതുകൊണ്ടാണ് പറയുന്നത് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഡാറ്റാസും നമുക്ക് റിക്വയർമെന്റ് ഉള്ള അതേ യൂണിറ്റ് തന്നെയല്ലേ എന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി പരിപാടികൾ നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയത് എത്ര? 0.261 ടെസ്ല എന്ന് കിട്ടും. യൂണിറ്റ് മറക്കരുത്, യൂണിറ്റിന് മാർക്കുണ്ട്. ഓക്കെ, യൂണിറ്റിന് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഹാഫ് മാർക്കെങ്കിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ ചില ടീച്ചേഴ്സ് യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ എപ്പോഴും ടീച്ചേഴ്സ് പറയുന്നതായിരിക്കുമല്ലോ സ്കൂളിലൊക്കെ യൂണിറ്റ് എഴുതണം. അപ്പം എഴുതിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചെറിയൊരു ദേഷ്യം കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1 മാർക്ക് വരെ പോയിരിക്കാം. ഓക്കെ, യെസ്. കാരണം നമ്മൾ ഈ ഒരു വാല്യൂ പറഞ്ഞു, നമ്മളിത് എന്തിലാ പറയുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ എന്താ കാര്യം അല്ലേ? യെസ്. അപ്പം ഇതുവരെയും നമ്മൾ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടില്ല. ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവർക്ക് ജസ്റ്റ് ഒരു റിമൈൻഡർ ആണ് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓണം എക്സാം ബേസ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ടീച്ചേഴ്സ് ഇവിടെ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ മാക്സിമം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ദിവസം നിങ്ങൾ ചാനൽ കയറി നോക്കി ഒരുപാട് ലൈവ് സെഷൻസ് നടക്കുന്നുണ്ട്. സോ ഓരോ ലൈവ് സെഷനിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരാളും ഫോഴ്സ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം വീണ്ടും വന്ന് പഠിക്കാൻ ആരും പറയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ നോട്ടിഫൈ മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, നോട്ടിഫൈ മീ, ലൈവിന്റെ സെഷൻ എടുക്കുക, ദെൻ നോട്ടിഫൈ മീ കൊടുക്കുക. അപ്പോൾ കൃത്യസമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ പാർട്ടിക്കിൾ ഓഫ് ചാർജ് moves with a velocity v. Okay, charge q ആണ്, മൂവ് ചെയ്യുന്ന വെലോസിറ്റി v ആണ്, through a region of closed electric and magnetic field. Write an expression for the force acting on the particle. നമുക്കറിയാലോ F is equal to q into
E plus V cross B. ഇതെന്തുകൊണ്ടാണ് വന്നത്? യെസ്, രണ്ട് ഫോഴ്സും, അതായത് ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സിന്റെയും കോമ്പിനേഷനാണ് വരുന്നത് അല്ലേ? സോ നമുക്ക് എഴുതാൻ പറ്റും F is equal to Q into E minus V B J cap. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണ്? ഇഫ് പാർട്ടിക്കിൾ മൂവ്സ് undeflected, write the relation connecting the velocity, intensity of electric field and magnetic field. Okay, intensity of electric field and magnetic field if undeflected. Okay, so നമുക്ക് പറയാം F is equal to force, then E minus VB will be is equal to 0, then V will be is equal to E by B. ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇഫ് പാർട്ടിക്കിൾ മൂവ്സ് undeflected, ഓക്കെ, undeflected ആണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയും കണക്ട് ചെയ്യുന്ന, വെലോസിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്, which is actually V is equal to E by B. ഈ ഇക്വേഷനും എന്ത് തന്നെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, എവിടെയെങ്കിലും എഴുതി വെക്കാം കേട്ടോ, കാരണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, ചോദിക്കും. Using the concept of force between two infinitely long parallel current carrying conductors, define 1 ampere of current. Okay, so F is equal to mu I1 I2 divided by 2 pi r. Okay, yes, ഇതാണ് നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി 1 ampere of current നമുക്ക് എങ്ങനെ പറയാം? 1 ampere of current is the value of steady current. Okay, steady current which when maintained in each of two very long straight parallel conductors of negligible cross section and placed 1 meter apart in vacuum would produce on each of these conductors a force equal to 2 into 10 to the power minus 7 Newton per meter of length. Okay, yes. അടുത്തത്, what does a velocity selector? I guess velocity selector നിങ്ങൾക്ക് യെസ് ഉണ്ടെന്ന് തോന്നുന്നു, കഴിഞ്ഞ വർഷങ്ങളുണ്ടായിരുന്നു. എ ഡിവൈസ് വിത്ത് എ പെർപെൻഡിക്കുലർ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ വെലോസിറ്റി ഫിൽട്ടർ ഫോർ ചാർജ്ഡ് പാർട്ടിക്കിൾ. അതാണ് നമ്മുടെ വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്. റൈറ്റ് ദ കണ്ടീഷൻ അണ്ടർ വിച്ച് ആൻ ഇലക്ട്രോൺ വിൽ മൂവ് അൺഡിഫ്ലക്റ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ V is equal to E by B. ഈ റിലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനും എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് വരാൻ കേട്ടോ. നെക്സ്റ്റ്, depict the trajectory of charged particle moving with velocity v as it enters a uniform magnetic field perpendicular to the direction of its motion. So the trajectory of a charged particle that enters a uniform magnetic field perpendicular to its direction is circular. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരുവാണ്. ഓക്കെ, ഓക്കെ, സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആര് വരുവാണ്? യെസ്, നമ്മുടെ വെലോസിറ്റി, ഒരു പെർട്ടിക്കുലർ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ആര് വരുവാണ്? യെസ്, നമ്മുടെ ചാർജ് വരുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ചാർജ് എപ്പോഴും എന്ത് ചെയ്യും, ഈ ഒരു ഡിസ്റ്റൻസ് R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അകലെ ആയിരിക്കും എപ്പോഴും ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് നമുക്ക് പറയാം അതെന്തായിരിക്കും, ഒരു സർക്കുലാർ മോഷൻ ആണ്, അല്ലെങ്കിൽ ഒരു യൂണിഫോം സർക്കുലാർ മോഷൻ ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? സോ കാരണം എന്താണ്, ഇവിടുത്തെ വെലോസിറ്റിയും ഫോഴ്സും ഓൾവേസ് എന്താ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അങ്ങനത്തെ കേസസ് വരുമ്പോൾ നമ്മൾ ആ മോഷനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. A beam of protons projected along positive x-axis experience a force due to a magnetic field along the plus y-axis. What is the direction of magnetic field എന്നാ ചോദിച്ചിട്ടുള്ളത്. So by Fleming's left-hand rule, magnetic field must be along negative axis. Okay, so a beam of protons ആണ് പറയുന്നത്, അത് പോസിറ്റീവ് എക്സ് ആക്സിസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അവർക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് കാരണം. ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് ഏത് ഡയറക്ഷനിലാണ്? വൈ ഡയറക്ഷനിലാണ്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതേ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് എലോങ് നെഗറ്റീവ് സെഡ് ആക്സിസ് ആണ് നമ്മുടെ ആര് വരുന്നത്? യെസ്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എല്ലാവർക്കും അറിയാലോ. യെസ്. A steady current flows in the network shown in the figure. What will be the magnetic field at the center of the network എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് വിൽ ബി 0. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും, അതായത് നമ്മുടെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോഴും ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിരുന്നു. ബിക്കോസ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെന്റർ ഓഫ് ദി ലൂപ്പ് ഇസ് ജസ്റ്റ് ഈക്വൽ ടു ദി ഓപ്പോസിറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു 1 PQR. ഓക്കെ, നമ്മുടെ ഈ ഒരു സെക്ഷൻ PQR എന്ന് പറയുന്നതും അവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദാറ്റ് PSR. ഓക്കെ അല്ലേ? അപ്പം PQRന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ സെന്റർ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ? യെസ്.
അപ്പം ഇനിയും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ടെലഗ്രാമിൽ ജോയിൻ ചെയ്തോ. കാരണം എന്താ, ടെലഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് എന്താ പറയുക, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, യെസ് വേദാന്തു മലയാളം എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അവിടെ നിങ്ങൾക്ക് ലീവ് എ കമൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പം ഇനി ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്യാതിരിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ. ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ മാക്സിമം അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്ന് പറയുന്നത് ഓക്കെ, ഞങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഫീഡ്ബാക്സ് അത്രയും വാല്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ ഫീഡ്ബാക്സ് തരുന്നു അതിനനുസരിച്ച് ഞങ്ങൾ ക്ലാസ്സസ് മോഡിഫൈ ചെയ്യാനും ഒക്കെ റെഡിയാണ്. സോ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സും നിങ്ങളുടെ സജഷൻസും എല്ലാം ഞങ്ങളോട് പറയുക, കൃത്യമായിട്ട് ഞങ്ങൾ സൊല്യൂഷനായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ഇനി ഓണം എക്സാം ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക, തരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്.